അയാളെ സംരക്ഷിച്ചോളാന്ന് ഞാൻ വാക്ക് കൊടുത്തിരുന്നത് അതെന്നെ കൊണ്ട് സാധിച്ചില്ലോടാ. അച്ഛൻ്റെ വാക്കുകൾ അയാൾ ഒരിക്കൽ കൂടി അനുസരിച്ചുകൊണ്ടാ അയാൾ വീണ്ടും എൻ്റെ കൂടെ നിന്നത്. ഞാൻ എന്താ വിവേക് ഇങ്ങനെയായിപ്പോയത്? സത്യസന്ധമായിട്ട് എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒന്നും ചെയ്തു കൊടുക്കാനാവാതെ. എടാ, നീ എന്തൊക്കെയാ പറയുന്നേ? നന്ദിനിയോട് നീ ഇതുവരെ ഒരു സ്നേഹക്കുറവും കാണിച്ചിട്ടില്ല, ഒരു പരിഗണനയും കൊടുക്കാതിരുന്നിട്ടുമില്ല. കമ്പനി ചെക്കുകളിൽ ഒപ്പിടാനുള്ള അധികാരം നീ അവൾക്കൊരു സമ്മാനമായി കൊടുത്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെ അയാളുടെ മിസ്സിങ്ങിന്റെ കാരണവും. എടാ, നിനക്കാരെങ്കിലും സംശയമുണ്ടോ? വിവേകെ, എനിക്ക് 2 പേരിലാണ് സംശയം. ഒന്നുകിൽ ഇത് ചെയ്തത് മിത്രയാണ്. ഇത്രയും കാലം നന്ദിനിയോട് മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്നവള് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഭാവം മാറി എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ അയാളോട് ആവശ്യപ്പെട്ടു. വിവാഹം നടക്കാത്തതിന്റെ പക ഇപ്പോഴും അവളെ മനസ്സിൽ കൊണ്ടു നടക്കുക. അവളല്ലെങ്കിൽ ഇത് ചെയ്യാൻ മറ്റൊരാളേ ഉള്ളൂ, എന്റെ അമ്മ. എന്റെ സൂര്യ, നമുക്ക് അങ്ങനെയൊക്കെ സംശയിക്കാൻ എളുപ്പമാണ്. പക്ഷേ നന്ദിനിയുടെ കാര്യത്തിൽ ഇതിനു മുൻപും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ വഴി ഉപയോഗിക്കാൻ അവർക്ക് എളുപ്പമാണല്ലോ. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിയോ, മിത്രയ്ക്കോ എൻ്റെ അമ്മയ്ക്കോ നന്ദിനിയുടെ ഈ മിസ്സിങ്ങിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവർ ജീവിക്കുന്ന കണ്ടീഷനിൽ തുടർന്ന് അവർ ജീവിക്കില്ല. സൂര്യ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പിരിയാം. നീ നിന്റെ വഴിക്ക് അന്വേഷിക്കുക, ഞാൻ വേറെ വഴിക്ക് അന്വേഷിക്കാം. എടാ, സമയം ഒട്ടും നഷ്ടപ്പെടുത്താനില്ല. എടാ, എങ്ങനെയെങ്കിലും അയാളെ കണ്ടുപിടിച്ചേ പറ്റൂ വിവേക്. അല്ലെങ്കിൽ അയാളെ കുടുംബത്തോട് ഞാൻ എന്ത് പറയും? എനിക്കത് ഓർക്കുമ്പോ. എടാ, നീ പ്രതീക്ഷ കൈവിടല്ലേ. നമ്മൾ നന്ദിനിയെ കണ്ടെത്തും. ദേ, നീ വണ്ടി കയറ്. ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് എന്റെ ബൈക്കിനടുത്തേക്ക് പൊയ്ക്കോളാം. ചെല്ല് സൂര്യ.